മുറ്റമൊന്നും തൂത്തു അറിയില്ലായിരുന്നോ? എന്റെ മുന്നേ സതിക്കുഞ്ഞിന്ന് എന്നെ തൂത്തുവാരും. ചേച്ചി കുഞ്ഞേ, ആ മുറ്റത്ത് ഒരു സംഗതി പൊടിച്ചിരിക്കണ കണ്ട? മുറ്റത്ത് പൊടിച്ചിരിക്കുന്ന? ഓ, മുറ്റത്ത് എന്താ പൊടിച്ചിരിക്കുന്നേ? നല്ലതായിട്ട് നോക്കിയാൽ കാണാം. ഒരു 2 മിനിറ്റ് നോക്കൂ കുഞ്ഞെ അവിടെ. എനിക്ക് 2 മിനിറ്റ് നോക്കാനോ? ഞാനിവിടെ ഒന്നും കാണുന്നില്ല. വ്യക്തമായിട്ട് നോക്കിയാ മതി കുഞ്ഞെ, കാണും. അമ്മോ, ചില്ലറപ്പെട്ട വെയിറ്റാ. ഓ അങ്ങോട്ട്. എന്താ പൊടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞേ? അയ്യോ, പൊടിച്ചു നിക്കണെന്നാ ആര് പറഞ്ഞു? മുറ്റത്ത് ഭയങ്കര പൊടിയെന്നല്ലേ പറഞ്ഞത്? എന്താ ഒരു പരിഭ്രമം പോലെ? ഒരു 1/4 കിലോ കൂടിയിട്ടുണ്ട്. അല്ല, ഇന്നലത്തേക്കാളും ഒരു 1/4 കിലോ കൂടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് 5 കിലോമീറ്റർ ഓടിയതല്ലേ. എന്തോ കണ്ടിട്ട് ഒന്ന് പെരിയിരിക്കണമല്ലോ തോന്നുന്നു. കാര്യം ചെയ്യണം, 1 കിലോമീറ്റർ കൂടെ ഇതിൽ ഓടണം. ആ സമയം ഞാൻ കാര്യം പറഞ്ഞുതരാം. അപ്പുറത്തെ ശാരദ കുഞ്ഞിന്റെ കാര്യമാണ്. എന്ത് കാര്യം ചേച്ചി പറഞ്ഞേ? അവിടെ എന്താ പുതിയ പ്രശ്നം? കുഞ്ഞിതിലേ കൂടെ ഓടുമ്പോ ഞാൻ കാര്യം പറഞ്ഞുതരാം. പക്ഷേ എന്നെ തന്നെ നോക്കണം, ദൃഷ്ടി മാറ്റരുത്. എന്നെ തന്നെ ലുക്ക് അറ്റ് മീ. പിന്നെ സംഗതി എന്താണെന്ന് വെച്ചാ, ഇവിടെ ഈ മില്ല് വാങ്ങിച്ചപ്പോ മുതൽ അപ്പുറത്തെ ശാരദയ്ക്ക് ഒരു പരവേശം. ഈ മില്ല് കയറി ഓടണോന്ന്, വണ്ണം കുറയ്ക്കാൻ വേണ്ടിട്ടാണ്. പോട്ട് 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 കുഞ്ഞെ. ടി വി വെച്ചേരട്ടെ. രസമുള്ള കാര്യല്ലേ ചേച്ചി ഇപ്പൊ പറയാൻ പോകുന്നേ? പറയേച്ചി പറയണം ചേച്ചി. പിന്നെ അവിടെ കാണും ഉള്ളിൽ ഇങ്ങനെ ഒരു മോഹം. പിന്നല്ലാതെ. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ശാരദ എന്നോട് ചോദിച്ചു, ചേച്ചി എനിക്ക് ആ മില്ലിലൊന്ന് ഓടണോന്ന്. ഞാൻ ഒരു 50 രൂപ തരാന്ന്. ഞാനല്ലേ ആള്, സത്യവും ന്യായവും വിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്ന് അറുത്ത് മുറിച്ച് പറഞ്ഞു. പോവായി, പെട്ടെന്ന് പോവായി. അല്ല ശാരദയോട് പെട്ടെന്ന് അകത്ത് പോവായി. അത് തന്നെ. ഞാൻ ആരാ മോള്? അപ്പൊ ആ ശാരദ ഒരു 50ന്റെ നോട്ട് എടുത്ത് എന്റെ നേരെ നീട്ടി കൈക്ക്. എന്നിട്ട് എന്തായി? ഓ, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി മക്കളെ. പിന്നെ എനിക്ക് ഇങ്ങനെ കിന്നാരം പറഞ്ഞോണ്ടിരുന്ന അകത്ത് എന്ന് തീരും. അല്ല പിന്നെ ഒരു കിന്നാരം കേൾക്കാൻ പറയാനാ. ഒന്നുമില്ല. സതി, എന്തു പറ്റി? ആ ശാരദയായിട്ട് തല്ലുണ്ടായോ? നടക്കാൻ മേലാത്ത പോലെ പോകുന്നുണ്ടല്ലോ. ശാരദയോ? നടക്കാൻ ബുദ്ധിമുട്ടോ? തല്ലോ? വിശേഷൻ എന്തായി പറയുന്നേ? ആ ശാരദ ഇവിടുന്ന് വേച്ചു വെച്ച് പുറത്തോട്ട് പോകുന്നുണ്ടല്ലോ. മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. എന്ത് ജോഗ് ചെയ്തില്ലല്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിദ്യയല്ലേ? അടവൊന്നും സതിയോട് വേണ്ട. ഇങ്ങോട്ട് കയറിയേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓട്ടോ ഒക്കെ എക്സസൈസിന് വേണ്ടി ചെയ്താലേ പ്രയോജനമുള്ളൂ. അല്ലാതെ കടയിൽ നടന്നു പോകുന്നു വെച്ച് നടത്തത്തിന്റെ എഫക്ട് കിട്ടത്തില്ല. അവിടെ കടയിൽ പോകുന്നതാ മുഖ്യം. കയറിയേ. ഒന്നും പറഞ്ഞു. അത് തന്നെ. അതെ അതെ, ആദ്യം അങ്ങനെയൊക്കെ വരും, പിന്നെ ശരിയായിക്കോളും. മതിയണ്ട തുടങ്ങിക്കോളും. അതെ അതെ. ഫാസ്റ്റ്.